നമസ്കാരം കൂട്ടുകാരെ, മായ സ്വീറ്റ് ആൻഡ് സ്പൈസി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് കക്കായിറച്ചി ഉലർത്താണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതൊരു 1.5 കിലോ കക്കായിറച്ചി എടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നതാണ്. ഒരു 4 സവാള, ഒരു കുടം വെളുത്തുള്ളി, ഒരു അരമുറി തേങ്ങ, ചെറിയ തേങ്ങയുടെ അരമുറിയുടെ പകുതി ഭാഗം തേങ്ങക്കൊത്ത് ആവശ്യത്തിന് നമുക്ക് ചേർക്കാം. പിന്നെ ഇഞ്ചി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിപ്പൊടി. ഞാൻ ഇവിടെ തയ്യാറാക്കുന്ന രീതിയിൽ കുറച്ചേറെ പെരിഞ്ജീരകമൊക്കെ ചേർത്തുള്ള മസാല, കുരുമുളക് പൊടി, കുരുമുളക് നമുക്ക് കുറച്ച് കൂടുതൽ വേണം, കടുക്, പിന്നെ വെളിച്ചെണ്ണ. ഞാനിവിടെ ഒരു ഉരുളി അടുപ്പേ വെച്ച് ചൂടായിട്ടുണ്ട് ഉരുളി. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉലർത്താവുമ്പം വെളിച്ചെണ്ണ ലേശം കൂടുതൽ വേണമല്ലോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി, ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരുവിധം മൂത്ത് വന്നു. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ മൂപ്പിച്ചിട്ട് നമുക്കതിലേക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന സവോള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവോള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി ഒരു സ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം. സവോള വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലോട്ട് എടുത്തു വച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വച്ചേക്കുന്ന മല്ലിപ്പൊടിയും മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുരുമുളക് പൊടി എടുത്ത് മാറ്റിയിട്ടുണ്ട്. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് ഇളക്കി ഈ പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരണം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കക്കായിറച്ചി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ഈ മസാലകളെല്ലാം എല്ലായിടത്തും യോജിക്കുന്ന രീതി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഇടാം. നമ്മൾ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളായിരുന്നു. പിന്നെ ഇത് കക്ക വേവിച്ചപ്പോഴും കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഉപ്പ് കുറവായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്തു. നമ്മളിത് മൂപ്പിച്ചെടുക്കാൻ വേണമെങ്കിൽ എണ്ണ കൂടുതൽ വേണ്ടുന്നവർക്ക് കുറച്ചുകൂടെ ചേർക്കാം. പിന്നെ മുളക് പൊടി കൂടുതൽ ചേർക്കേണ്ടവർക്ക് മുളക് പൊടിയും ചേർക്കാം. എനിക്ക് കുരുമുളകാണ് ഞാൻ കൂടുതൽ ചേർക്കാറുള്ളത്. അതുകൊണ്ട് കുരുമുളക് കൂടുതൽ ചേർക്കാൻ വേണ്ടി മുളക് പൊടി കുറച്ചേ ചേർത്തിട്ടുള്ളൂ. അതും മുളക് പൊടി, പിരിയ മുളകും മറ്റേ മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. പകുതി വെന്തതാണ്, കുറച്ചുകൂടെ വേവാനുണ്ട്. അപ്പോൾ അടച്ച് വെച്ചൊന്ന് വേവിക്കാം. ഇത് ഏകദേശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് എടുത്ത് വെച്ചേക്കുന്ന കുരുമുളക് പൊടി അത് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി കുറച്ചേറെ ചേർത്തിട്ട് കുരുമുളകിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് കിട്ടണം. ആ കുരുമുളക് പൊടി നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇളക്കി കൊടുക്കാം. നമുക്ക് നിരത്തിയിടാം. നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടട്ടെ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് നിരത്തി വെക്കാം. നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് കിട്ടണം. നമ്മുടെ കക്കായിറച്ചി റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് മാറ്റട്ടെ. നമ്മുടെ കക്കായിറച്ചി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലോട്ട് മാറ്റി ചെറുതായിട്ടൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പം ഉണ്ടാക്കാവുന്നൊരു കക്കായിറച്ചി ഉലർത്താണ്. നല്ല ടേസ്റ്റിയാണ്. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നിടം വരെ ഓക്കെ, ബൈ, ടേക്ക് കെയർ.